ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മൂവി 2015 പുറത്തിറങ്ങി എന്ന ത്രില്ലർ ഇംഗ്ലീഷ് മൂവിയാണ്. മൂവി തുടങ്ങുന്നത് തന്നെ ഒരാൾ ഒരു ഡെഡ് ബോഡി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ ഡെഡ് ബോഡിയെ അംഗഭംഗം വരുത്തി കുഴിച്ചിടുന്നു. പിന്നീട് കാണിക്കുന്നത് ജാക്ക് എന്നൊരു വ്യക്തിയെയാണ്. ജാക്ക് റോഡിൻ്റെ വശത്തായി ലിഫ്റ്റ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഒരു റോഡ് സൈൻ കാണാം. ആർക്കും ലിഫ്റ്റ് കൊടുക്കരുതെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അത് കുറച്ച് സ്ട്രേഞ്ചായി തോന്നുന്നില്ലേ? അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ വഴിയിൽ പോകുന്ന ഒരു കാറും ജാക്കിന് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ടായില്ല. ജാക്ക് അവൻ്റെ ഫ്രസ്ട്രേഷൻ എല്ലാം അടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. ജാക്ക് ആ വഴിയെ നടന്നു പോയപ്പോൾ ഒരാൾ കാർ വളരെ വേഗത്തിൽ ഓടിച്ചുകൊണ്ടുവന്ന് റോഡിൽ നിർത്തി. അതിൽ ഒരു ആണും പെണ്ണും വഴക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജാക്ക് അതിൽ ഇടപെടാൻ ശ്രമിച്ചു. കാറിൽ വന്നയാൾ ആ പെണ്ണിനെയും വഴിയിൽ ഇറക്കി വിട്ട് കാറുമായി പോകുന്നു. ആ പെണ്ണിൻ്റെ പേര് വെറോണിക്ക എന്നാണ്. അവൾ ഫ്രാൻസുകാരിയാണ്. എന്നാലും അവൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരുന്നു. ജാക്ക് UK നിന്നായതുകൊണ്ട് ആൾക്ക് ഫ്രഞ്ച് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ജാക്ക് ഫ്രാൻസിലാണ് ഇപ്പോൾ ഉള്ളത്. അയാൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അയാളുടെ സാധനങ്ങൾ കുറച്ചു പേർ മോഷ്ടിക്കുന്നു. അയാളുടെ ഫോൺ, പണം കൂടാതെ അയാൾ ഓടിച്ചുകൊണ്ടിരുന്ന കാറും മോഷണം പോയി. ഭാഗ്യത്തിന് പാസ്പോർട്ട് അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. വെറോണിക്കയാകട്ടെ ഫ്രാൻസിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേരൻസ് അസുഖം മൂലം മരിച്ചുവെന്ന് ജാക്കിനോട് പറയുന്നു. രാത്രിയായപ്പോൾ അവർ കാട്ടിൽ കഴിയാൻ തീരുമാനിക്കുന്നു. തീ കായുന്ന സമയത്ത് വെറോണിക്ക ജാക്കിനോട് പറയുന്നു അവൾ ഓട്ടോഗ്രാഫ് എഴുതാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. എന്നിട്ട് അവൾ എഴുതിയത് അവന് കാണിച്ചു കൊടുക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ജാക്ക് വെറോണിക്കയെ അടുത്ത് കാണുന്നില്ല. വെറോണിക്ക തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ജാക്കും തടാകത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവർ വളരെ പെട്ടെന്ന് അടുക്കുന്നു. കുളി കഴിഞ്ഞ് അവർ റോഡിലൂടെ നടന്ന് യാത്ര തുടർന്നു. ഒട്ടും വിചാരിക്കാത്ത സമയത്ത് ഒരു കാർ നിർത്തി അവർക്ക് ഒരാൾ റൈഡ് ഓഫർ ചെയ്യുന്നു. പക്ഷേ വെറോണിക്ക ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. മാത്രമല്ല സഹായിക്കാൻ വന്ന വ്യക്തിയെ അവൾ പേടിക്കുന്നുമുണ്ടായിരുന്നു. ഇയാളുടെ പേരാണ് ഗ്രിസാർഡ്. അയാൾ അവിടെയുള്ള ആളായിരുന്നു. അയാൾക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ ജാക്കിനെയും വെറോണിക്കയെയും താമസ സ്ഥലത്തേക്ക് ക്ഷണിച്ച് ഇംഗ്ലണ്ടിൽ പണ്ട് താമസിച്ചിരുന്ന ഭാര്യയെ മീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ജാക്കിന് ക്ഷണനം തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല. അവർ അയാളുടെ വീട്ടിലേക്ക് പോയി. അവർ വീട്ടിലെത്തിയിട്ട് ഗ്രിസാർഡിൻ്റെ ഭാര്യ മേരിയെ കാണുന്നു. ജാക്കിനെ മേരി ഒരു ബെഡ്റൂമിലേക്കും ഗ്രിസാർഡ് വെറോണിക്കയെ മറ്റൊരു റൂമിലേക്കും അയക്കുന്നു. ജാക്ക് റൂമിൽ കയറിയ ഉടനെ ക്ഷീണം കാരണം മയങ്ങിപ്പോകുന്നു. ജാക്ക് എഴുന്നേറ്റപ്പോൾ രാത്രിയായിരുന്നു. അവിടെ ഒരു ബോക്സിൽ ഗ്രിസാർഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ജാക്ക് കാണുന്നുണ്ട്. ബോക്സ് തുറന്നപ്പോൾ ഗ്രിസാർഡിൻ്റെയും മേരിയുടെയും പഴയ കുറച്ച് ഫോട്ടോസ് കാണുന്നു. ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഫോട്ടോയും അവിടെയുണ്ട്. അതിൽ നിന്നും ജാക്ക് മനസ്സിലാക്കുന്നു ഗ്രിസാർഡും മേരിയും മാത്രമല്ല ആ വീട്ടിലുള്ളതെന്ന്. പക്ഷേ അവരാരും ഒരു കുട്ടിയെയും ആ വീട്ടിൽ കണ്ടില്ല. ഡിന്നറിന് ശേഷം ജാക്ക് വെറോണിക്കയെ ടെറസിൽ പോയി കാണുന്നു. വെറോണിക്ക പറയുന്നു അവൾക്കൊരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ ഒരു ട്രാക്ടർ ഇടിച്ചു മരിച്ചുവെന്നും പറയുന്നു. പിന്നീട് ജാക്ക് വീട്ടിലേക്ക് കയറി ഗ്രിസാർഡിന് കമ്പനി കൊടുക്കാൻ TV കാണുന്നു. ജാക്കിന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പോയി കുടുംബത്തെ കാണണമെന്ന് ഗ്രിസാർഡിനോട് പറയുന്നു. വെറോണിക്കയും വേറെ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജാക്ക് ഗ്രിസാർഡിൻ്റെ കുട്ടികളെ പറ്റി ചോദിച്ചു. പക്ഷേ ഗ്രിസാർഡ് തനിക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ കണ്ട ഫോട്ടോസ് ആരുടെ കുട്ടികളുടേതാണ് എന്ന് ജാക്ക് ആലോചിക്കുന്നുണ്ട്. ശരിക്കും ജാക്ക് ഗ്രിസാർഡ് പറഞ്ഞത് കേട്ട് ആശ്ചര്യപ്പെട്ടു. ജാക്ക് കൂടുതൽ തിരക്കാതെ ഉറങ്ങാൻ പോയി. ജാക്ക് രാവിലെ എഴുന്നേറ്റ് ഗ്രിസാർഡിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് കുളിക്കുന്നു. രാവിലെ ആ വീട്ടിൽ ഒരു പ്രത്യേക നിശബ്ദതയുണ്ടായിരുന്നു. അതുമാത്രമല്ല വെറോണിക്കയെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ജാക്ക് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗ്രിസാർഡ് അവിടേക്ക് ഒരു ചുറ്റികയുമായി കടന്നു വന്നു. വെറോണിക്ക രാവിലെ നേരത്തെ തന്നെ അവിടുന്ന് പോയെന്നും ജാക്ക് എണീക്കാത്തത് കൊണ്ടാണ് വിളിച്ചുണർത്താൻ നിൽക്കാത്തതെന്നും ഗ്രിസാർഡ് പറഞ്ഞു.
ഇത് കേട്ട് ജാക്കിന് ഗ്രിസാഡിൻ്റെ പ്രവൃത്തിയിൽ സംശയം തോന്നുന്നു. അപ്പോൾ ഗ്രിസാഡ് പറയുന്നുണ്ട്, കബോർഡിൻ്റെ ഡോർ ഇപ്പോൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞതേയുള്ളൂ, അതാണ് കയ്യിൽ ചുറ്റികയൊക്കെ ഇരിക്കുന്നത് എന്ന്. അവസാനം ഗ്രിസാഡ് വെറോണിക്ക എഴുതിയ കത്ത് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ ജാക്ക് ഗ്രിസാഡിനെ വിശ്വസിക്കുന്നുണ്ട്. ജാക്ക് അത് വായിച്ച് വളരെയധികം അസ്വസ്ഥനാകുന്നു. ആ ലെറ്റർ ജാക്ക് വീണ്ടും വായിക്കുമ്പോൾ നേരത്തെ വെറോണിക്ക കാണിച്ച ഓട്ടോഗ്രാഫിലെ കൈയക്ഷരം ഇതുമായി മാച്ച് ആകാത്തത് അവൻ ശ്രദ്ധിച്ചു. ഇത് തിരിച്ചറിഞ്ഞ് ഉടനെ തന്നെ ജാക്കിനെ ആരോ അടിച്ചു ബോധം കിടത്തുന്നു. ബോധം തിരിച്ചു വന്നപ്പോൾ ജാക്ക് ഒരു പിക്കപ്പ് വാനിൻ്റെ പുറകിൽ കിടക്കുകയാണ്. ഡെലാക്രോയ്ക്സ് എന്നൊരാൾ ജാക്കിനെ കിഡ്നാപ്പ് ചെയ്ത് കെട്ടിയിട്ടിരിക്കുന്നു. ഒരു സൈക്കോപാത്തിൻ്റെ കയ്യിൽ താൻ അകപ്പെട്ടുവെന്ന് ജാക്ക് മനസ്സിലാക്കുന്നു. ഇവിടെ കുറേ മൃഗങ്ങളെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജാക്കിന് ആഹാരം കൊടുക്കുമ്പോൾ അവൻ അത് കഴിക്കുന്നില്ല. എന്നാൽ ഡെൽക്രോയ്സ് ജാക്കിനെ ഭീഷണിപ്പെടുത്തി ആഹാരം കഴിപ്പിക്കുന്നു. ഡെലക്രോയ്സ് ജാക്കിൻ്റെ കയ്യിലെ കെട്ടഴിച്ചു കൊടുത്തിട്ട് ജാക്ക് ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്തു. എന്തിനാണ് ഫോട്ടോ എടുത്തതെന്ന് നിശ്ചയമില്ല. വായിൽ ടേപ്പ് ഒട്ടിച്ച് ജാക്കിനെ പിക്കപ്പ് വാനിൻ്റെ ബാക്കിൽ കിടത്തി. ഡെലക്രോയ്സ് ജാക്കിനെ മയക്കി കിടത്താൻ സിറിഞ്ചിൽ മരുന്നെടുത്തു. ഭാഗ്യത്തിന് ജാക്കിനെ കുത്തിവെക്കാൻ ഒരുങ്ങുമ്പോൾ സ്റ്റൗവിൽ നിന്നും പുക വരുന്നത് കണ്ട് ഡെലക്രോയ്സ് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയം ജാക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ജാക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഗ്രിസാഡിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. മേരിയും ഗ്രിസാഡും അവിടെ നിന്നും പുറപ്പെടാൻ തയ്യാറെടുക്കുന്നത് അവൻ കണ്ടു. അവർ പോയി കഴിഞ്ഞ് ജാക്ക് വെറോണിക്കയെ തപ്പി വീട്ടിൽ കയറി. വെറോണിക്കയെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ജാക്ക് അവളെ പെട്ടെന്ന് തന്നെ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി. ഗ്രിസാഡും മേരിയും ഈ സമയം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഭാഗ്യത്തിന് അവർ രണ്ടുപേരും വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മേരിയും ഗ്രിസാഡും പാനിക്കാകുന്നു. മിക്ക കയ്യിൽ ഒരു തോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. മേരിയും ഗ്രിസാഡും കാറിൽ അവരെ ചേസ് ചെയ്തതുകൊണ്ട് അവർക്ക് അധിക ദൂരം പോകാൻ സാധിച്ചില്ല. വെറോണിക്ക മേരിക്കും ഗ്രിസാഡിനുമെതിരെ വെടിവെക്കുന്നുണ്ട്. മേരിയും ഗ്രിസാഡും പേടിച്ചു പോകുന്നു. വെറോണിക്ക ജാക്കിനെയും കൂട്ടി പെട്ടെന്ന് തന്നെ ഓടി ഒരു ചെറിയ ഷെഡിൽ എത്തുന്നു. അവിടെ ഒളിച്ചിരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അത് ഡെലക്രോയ്ക്സിന്റെ സ്ഥലമായിരുന്നു. അയാൾ അവിടെ എത്തി. വെറോണിക്ക ഡെലക്രോയ്ക്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുമെങ്കിലും പരാജയപ്പെടുന്നു. ഈ സമയം ജാക്ക് ഷോട്ട് ഗൺ ഉപയോഗിച്ച് ഡെലക്രോയ്ക്സിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുണ്ട്. അവൾ ജാക്കിനെ ഒരു ടാർപ്പായ കൊണ്ട് പുതപ്പിച്ച് ഷെഡിൻ്റെ പുറകിൽ ഒളിപ്പിക്കുന്നു. വെറോണിക്ക ഡെലക്രോയ്സ് മരിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ വീണ്ടും അയാളുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നുണ്ട്. അതിനുശേഷം മേരിയും ഗ്രിസാഡും അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. ഗ്രിസാഡ് വെറോണിക്കയോട് ഫ്രഞ്ചിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. ഫ്രഞ്ചിൽ അവൾ അച്ഛ എന്ന് അയാളെ വിളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾ ജാക്കിനോട് ഇത്രയും സമയം നുണ പറയുകയായിരുന്നു. ശരിക്കും മേരിയും ഗ്രിസാഡും ജാക്കിനെ അവളിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ ആളുകളെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറാണ് വെറോണിക്ക. മാത്രമല്ല അവളുടെ സഹോദരനെ അവൾ തന്നെയാണ് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു കഴിഞ്ഞപ്പോൾ കൊന്നു കുഴിച്ചു മൂടിയത്. വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഡെഡ് ബോഡി വെറോണിക്ക കൊന്ന ആളുടെയായിരുന്നു. നിർഭാഗ്യവശാൽ ജാക്കിന് മേരിയും ഗ്രിസാഡും പറഞ്ഞതൊന്നും വിശ്വസിക്കാനായില്ല. മേരി ഇതെല്ലാം ഇംഗ്ലീഷിൽ ജാക്കിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വെറോണിക്ക അമ്മയെ ഇടിച്ചു ബോധം കെടുത്തുന്നു. ഗ്രിസാഡിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അയാളുടെ വായ ടേപ്പ് കൊണ്ട് മൂടിയിട്ട് ജാക്കും വെറോണിക്കയും അവിടെ നിന്ന് പോയി.
സിനിമയുടെ അവസാനം വെറോണിക്ക ജാക്കിനെയും കൊണ്ട് ആ രാജ്യത്ത് നിന്ന് കാറിൽ ഡ്രൈവ് ചെയ്തു പോകുന്നു. വെറോണിക്കയും ജാക്കും നല്ല സന്തോഷത്തിലാണ് കാറിലിരിക്കുന്നത്. ആ സമയം ജാക്കിന് അറിയില്ലായിരുന്നു അവനെ വെറോണിക്ക കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന്. സിനിമയുടെ തുടക്കത്തിൽ ആർക്കും ലിഫ്റ്റ് കൊടുക്കരുതെന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കാണിച്ചിരുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം വെറോണിക്ക എന്ന സൈക്കോ ഇതിനു മുൻപ് ഇതുപോലെ കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന്. അവൾ പലതവണ പേരൻസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ മകൾ ആർക്കും ലിഫ്റ്റ് കൊടുത്ത് കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രിസാഡ് ആ സൈൻ ബോർഡ്സ് അവിടെ വെച്ചിട്ടുള്ളത്. ഗ്രിസാഡിനും മേരിക്കും തൻ്റെ മകൾ ജയിലിൽ പോകുന്നത് കാണാൻ പറ്റില്ലായിരുന്നു. മാത്രമല്ല ഇനിയും കൂടുതൽ കൊലപാതകങ്ങൾ അവിടെ ഉണ്ടാകാതിരിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഗ്രിസാഡ് ഡെലക്രോയിക്സിന് പൈസ കൊടുത്ത് ജാക്കിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി പോർട്ടിൽ എത്തിക്കാൻ ശ്രമിച്ചത്.